ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞാൻ മത്തൻ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു മീഡിയം സൈസുള്ള മത്തനാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ട് ഇത് കഴുകി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഈ ഒരു മത്തൻ്റെ അതേ ഉയരത്തിൽ വെള്ളം മതിയാവും. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കറീൻ്റെ ടേസ്റ്റ് പോവും. ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെള്ളം കൂടിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് മത്തൻ കാണുന്നതേ ദേഷ്യമായിരുന്നു. ഇപ്പോൾ ഇവിടെ അടുത്തൊരു ദിവസം ഉമ്മച്ചി ഉണ്ടാക്കിയപ്പോൾ നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുക്കർ മൂടി വെച്ച് വേവിക്കുക. എത്ര വിസിലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങളൊരു ഐഡിയക്കനുസരിച്ച് ചെയ്യുക. ഞാൻ പിന്നെ ഉമ്മച്ചി പറഞ്ഞത് കാരണം കുറച്ച് മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടു. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞ കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് വെക്കുക, നല്ല രസമുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കുന്നു. ഇപ്പോൾ മത്തൻ നന്നായി പാകമായിട്ട് വന്നിട്ടുണ്ട്. ഉടയരുത് കേട്ടോ, അങ്ങനെ ആവണം. ഇനി അതിലോട്ടുള്ള അരപ്പുണ്ടാക്കാം. അതിന് വേണ്ടി തേങ്ങ, ചെറിയ ജീരകം, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചീരുള്ളി, ഒരു പച്ചമുളക്. ഈ മുളക് നല്ല എരിവുള്ളതാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒന്നെടുത്തിട്ടുള്ളൂ. നിങ്ങളെ എരിവിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് അത് ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, മിക്സ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ തേങ്ങൻ്റെ അരപ്പ് ചേർത്ത ശേഷം ഒരുപാടിട്ട് തിളപ്പിക്കരുത് കേട്ടോ. തിള വരുന്ന സമയത്ത് അപ്പം തന്നെ ഓഫ് ചെയ്ത് വേണം. അതായത് തേങ്ങ ഇട്ടിട്ട് ഒരുപാട് വേവിച്ചാൽ കറീൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോകും. തിള ഇങ്ങനെ വരാൻ നിൽക്കുമ്പോൾ ഒറ്റ ഓഫാക്കണം. ഇനി ഇതിലോട്ടുള്ള വറവ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള വറവ് ഇടുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം ഓയിലൊക്കെ ആഡ് ചെയ്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ആ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. ഇനി ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് ചെറുതായി അരിഞ്ഞിട്ടുള്ള ചീരുള്ളി ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ചീരുള്ളി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അതുകൊണ്ട് കഴിയുകയാണെങ്കിൽ കുറച്ച് കുറേ ഇട്ടോളൂ, നല്ല രസമുണ്ടാവും. പിന്നെ ഈ ചീരുള്ളിൻ്റെ കളറൊന്ന് മാറി വരണം. അതൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ കറിവേപ്പിലും ചുവന്ന മുളകും ആഡ് ചെയ്യണം. ഇത് ഗോൾഡൻ ഷെയ്ഡായിട്ട് അപ്പം ഇടരുത്, കാരണം പിന്നെ മുളകും കറിവേപ്പിലും ഒന്ന് റെഡി ആകുമ്പോഴത്തേന് ഉള്ളി കരിഞ്ഞു പോവും. അതാണ് പറയുന്നത്. ഗോൾഡൻ ഷെയ്ഡ് ഇങ്ങനെ ആയി വരുമ്പോഴത്തേന് കുറച്ച് കറിവേപ്പിലും ചുവന്ന മുളകും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഒരുപാട് കൂട്ടി കൊടുക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. അല്ലെങ്കിൽ ചിലപ്പം പാത്രത്തിലോട്ട് തീ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ കുറച്ച് മുന്നേ എന്തോ ഒരു സാധനം ഇതുപോലെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പാത്രത്തിലോട്ട് തീയേണ്ടി വന്നു. ഹൈ ഫ്ലെയിം ഇട്ടാണ്ട് എണ്ണ വെച്ചിട്ട് എന്തോ ചെയ്യായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാറ്. പിന്നെ ഇത് നന്നായിട്ട് വാടി ഒരു ഗോൾഡൻ ഷെയ്ഡായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുക. എരിവുള്ള തന്നെ വേണമെന്നില്ല, കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്താൽ മതി. ജസ്റ്റ് ഫോർ ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മളത് ആഡ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ഒരുപാട് കുക്ക് ചെയ്ത് ഓഫാക്കിയിട്ട് ആഡ് ചെയ്താലും മതി കേട്ടോ. എന്നാൽ തന്നെ ഇങ്ങനെ ഇതിപ്പോൾ ഓഫാക്കിന് ഞാൻ, എന്നാൽ തന്നെ ചെറിയൊരു തിളക്കൽ ഇങ്ങനെ ഉണ്ടാവും. അത് മതിയല്ല, ഞാൻ പൊടി കരിഞ്ഞു പോവും. ഇനി ഇത് റെഡി ആയിട്ടുള്ള കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ഈ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ഇത് കറിയിലിട്ട് ഇളക്കരുത് കേട്ടോ. ഒന്ന് മൂടി വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ എപ്പോഴാണോ നമ്മൾ കഴിക്കാൻ എടുക്കുന്നത് അപ്പം മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതാണ് മത്തൻ കറി റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഉണ്ടാക്കാനും സിമ്പിളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോസും നിങ്ങളിലോട്ട് എത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.